ഡിയർ ജെ ആസ്പിരൻസ്, ഈ വർഷം ജനുവരി 22 സ്റ്റാർട്ട് ചെയ്യുന്ന നമ്മുടെ ജെഇയുടെ സെഷൻ 1-ന്റെ സിറ്റി ഇൻറ്റിമേഷൻ ഔട്ട് ആയിട്ടുണ്ട്. എന്ന് വെച്ചാൽ നിങ്ങൾ ഏത് സിറ്റിയിലായിരിക്കും നിങ്ങൾ എക്സാം എഴുതാൻ പോകുന്നത് എന്നുള്ളതും മറ്റ് ഡീറ്റെയിൽസ് ഒക്കെ ഓൾറെഡി ഇന്ന് റിലീസായിട്ടുണ്ട്. ഹോൾ ടിക്കറ്റ് അല്ല, ഹോൾ ടിക്കറ്റ് കുറച്ച് ദിവസങ്ങളൂടെ കഴിഞ്ഞിട്ട് വരുള്ളൂ. അതിൽ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് നമുക്ക് അറിയാൻ സാധിക്കും. പക്ഷേ ഇന്ന് തന്നെ നമുക്കറിയാം ഏത് സിറ്റിയിലായിരിക്കും നമ്മുടെ എക്സാം എന്നുള്ളത്. അതുകൊണ്ട് തന്നെ യാത്ര ചെയ്യാനും അതല്ലെങ്കിൽ ടിക്കറ്റ് ബുക്ക് ചെയ്യാൻ അല്ലെങ്കിൽ ഹോട്ടൽ ബുക്ക് ചെയ്യാനൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, നേരത്തെ തന്നെ പ്ലാൻ ചെയ്യാമെന്നുള്ളതാണ്. അപ്പോൾ എല്ലാ അപ്ഡേറ്റുകൾക്കും വേണ്ടി നമ്മൾ വിസിറ്റ് ചെയ്ത് നമ്മുടെ ഈ വർഷത്തെ ജെഇ മെയിൻ്റെ വെബ്സൈറ്റിൽ തന്നെ പോവുക. അവിടെ നിങ്ങൾക്ക് താഴേക്ക് സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ കാൻഡിഡേറ്റ് ആക്ടിവിറ്റി എന്ന് പറയുന്ന സെക്ഷനിൽ അഡ്വാൻസ് സിറ്റി ഇൻറ്റിമേഷൻ ഫോർ ജെഇ മെയിൻ 2025 സെഷൻ 1 എന്നുള്ള ലിങ്ക് കാണാം. ആ ലിങ്ക് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ഡീറ്റെയിൽസ് എൻ്റർ ചെയ്തുകൊണ്ട് എന്ത് ചെയ്യാൻ പറ്റും, നമ്മുടെ ഇതിലേക്ക് പോകാൻ പറ്റും, നമ്മുടെ സിറ്റി അറിയാൻ സാധിക്കും. അപ്പോൾ ഇവിടെ ലോഗിൻ ത്രൂ ആപ്ലിക്കേഷൻ നമ്പർ ആൻഡ് ഡേറ്റ് ഓഫ് ബർത്ത്. നമ്മൾ മുന്നേ ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്, ഡേറ്റ് ഓഫ് ബർത്തും ആപ്ലിക്കേഷൻ നമ്പറും മറന്നു പോകരുത്, അത് എഴുതി വെക്കണം എന്നുള്ളത്. അല്ലെങ്കിൽ നിങ്ങളുടെ ജിമെയിലിലേക്ക് മെയിലായിട്ടും SMS ആയിട്ടൊക്കെ എത്തിയിട്ടുണ്ടാകും. അപ്പോൾ ആപ്ലിക്കേഷൻ നമ്പർ കൊടുക്കുക, നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത് സെലക്ട് ചെയ്യുക, ക്യാപ്ച എൻ്റർ ചെയ്യുക. ഈ കാണുന്ന അത് നിങ്ങൾക്ക് എന്താണ് അപ്പിയർ ആയിട്ടുള്ളത്, ആ ഡിസ്പ്ലേ ചെയ്തിട്ടുള്ള ആ വേർഡ്സും ലെറ്റേഴ്സും തെറ്റാതെ, കേസ് സെൻസിറ്റീവ് ആണ്, ക്യാപിറ്റൽ ലെറ്റർ ആണെന്നുണ്ടെങ്കിൽ ക്യാപിറ്റൽ ലെറ്റർ ആയിട്ട് തന്നെ എൻ്റർ ചെയ്യുക. സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ എക്സാം സിറ്റി കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യാൻ പറ്റും, അറിയാൻ സാധിക്കും. അപ്പോൾ ഈ ഒരു ക്വിക്ക് അപ്ഡേറ്റ് തരാൻ വേണ്ടിയിട്ട് വന്നതാണ്. എത്രയും പെട്ടെന്ന് തന്നെ നിങ്ങളുടെ ബാക്കി ജെഇ ഫ്രണ്ട്സിന് എന്ത് ചെയ്ത് കൊടുക്കുക, ജെഇ ആസ്പിരൻസിന് ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ ഇതിൻ്റെ റിസൾട്ട് നിങ്ങളുടെ എക്സാം ഏത് സിറ്റിയിലാണെന്നുള്ളതും അതുപോലെ നിങ്ങളുടെ എക്സാമിൻ്റെ ഡേറ്റ് ഉണ്ടെങ്കിൽ അതും എന്ത് ചെയ്യണം, കമൻറ്റ് ബോക്സിൽ എല്ലാവരും ചെയ്തേ പറ്റൂ. ഓക്കെ. ആൻഡ് ലാസ്റ്റ് ആയിട്ട് പറയാനുള്ളത്, നമ്മൾ ജനുവരി 18 നടത്തുന്ന ഓൾ കേരള ജെഇ ഫ്രീ ഓൺലൈൻ മോക്ക് ടെസ്റ്റിനെ കുറിച്ച് നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടാകും. അതിൻ്റെ രജിസ്ട്രേഷൻ ലിങ്കും താഴെ അവൈലബിൾ ആണ്. അതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ ജനുവരി 15, 16, 17 ഡേറ്റുകളിലായിട്ട് 50 മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് ഫോർ ജെഇ മെയിൻ ഫിസിക്സ്, കെമിസ്ട്രി, മാത്തമാറ്റിക്സ് സബ്ജക്റ്റിൽ എന്ത് ചെയ്യുന്നുണ്ട്, ലൈവായിട്ട് തന്നെ ഈ ചാനലിൽ ഉണ്ടായിരിക്കും. സബ്സ്ക്രൈബ് ചെയ്യുക. ആ 3 ദിവസങ്ങളിൽ ലൈവ് അറ്റൻഡ് ചെയ്യുക. 18-ാം തീയതി വരുന്ന ശനിയാഴ്ചത്തെ മോക്ക് ടെസ്റ്റും അറ്റൻഡ് ചെയ്തുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നിങ്ങൾക്ക് ജെഇ മെയിന് വേണ്ടിയിട്ട് കംപ്ലീറ്റ്ലി പ്രിപ്പയർഡ് ആവാൻ പറ്റും. ഓക്കെ. അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ സ്റ്റോപ്പ് ചെയ്യാണ്. വേറെ എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ ഹോൾ ടിക്കറ്റ് വരുന്നേ ഉള്ളൂ. ഹോൾ ടിക്കറ്റിൻ്റെ കാര്യം ഞാൻ ആദ്യം പറയാം. ഒരു 3-4 ദിവസം കഴിഞ്ഞാൽ എന്തും അപ്പിയർ ചെയ്യും. ഹോൾ ടിക്കറ്റ് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാൻ പറ്റുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തും. മേ ബി ഒരു 1 വീക്ക്, മാക്സിമം ഒരു 1 വീക്ക് എടുക്കുമ്പോഴത്തേക്കും ഹോൾ ടിക്കറ്റും അവൈലബിൾ ആയിരിക്കും. ഓക്കെ. അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ സൈൻ ഓഫ് ചെയ്യാണ്. നമ്മുടെ ഓൾ കേരള മോക്ക് ടെസ്റ്റിൻ്റെ കാര്യം മറക്കണ്ട. ഏതെങ്കിലും സ്റ്റുഡൻസ് നിങ്ങളുടെ പരിചയത്തിലുള്ളവർ ജെഇ ആസ്പിരൻസ് രജിസ്റ്റർ ചെയ്യാൻ ബാക്കിയുണ്ടെങ്കിൽ അവരോട് ചെയ്യാൻ പറയാം.